ഹലോ നമസ്കാരം. കണ്ണനും ചിറ്റ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഇടിയപ്പവും ചിക്കൻ കറിയും ചായയുമാണ്. വെറുതെ നടക്കുന്ന എന്നെ കണ്ടപ്പോൾ അമ്മ വിളിച്ച് പണി തന്നതാണ്. ഇടിയപ്പത്തിൻ്റെ മാവ് അരിപ്പൊടി, ഉപ്പ്, ചൂടുവെള്ളം ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കുക. ഇതൊന്നുമല്ല ഇതിലെ ടാസ്ക്. ഈ കുഴച്ച മാവ് നമ്മൾ ഈ സേവനാഴി എന്ന് പറയും, ഇതിലേക്ക് ഇട്ടിട്ട് ഇതിൽ ചിറ്റിച്ചെടുക്കുക എന്ന് പറയുന്നത് ഒരു വർക്കൗട്ട് ചെയ്യുന്ന അത്രയും പണിയാണ്. അതാണ് എൻ്റെ മസിലിൻ്റെ രഹസ്യം. കണ്ടോ, എൻ്റെ മസിൽ കണ്ടോ. ഇനി നമ്മളിത് ഇങ്ങനെ ചുറ്റിയെടുക്കണം. നല്ല പണിയാണ് കേട്ടോ. ഞാൻ ബലം പിടിച്ചൊക്കെയാണ് ചെയ്യണത്. കാണുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് തോന്നണല്ലേ? അത്ര ഈസിയൊന്നുമില്ല, നല്ല പണിയുണ്ട്. ഇനി ഇത് ചുറ്റിച്ചതിൻ്റെ മുകളിലേക്ക് ഒരു ഇത്തിരി തേങ്ങ കൂടി വെച്ച് കൊടുക്കും. അങ്ങനെ എല്ലാ ഇടിയപ്പത്തിൻ്റെ മാവും നമ്മൾ ഇതിലിട്ടിട്ട് ഇതുപോലെ ചുറ്റിച്ചെടുക്കും. അടുത്ത സെറ്റ് ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ട് പാത്രം കൊണ്ടാ ഇതും കൂടി ചുറ്റുന്നതിനനുസരിച്ച് അമ്മ ഇതിൽ കൊണ്ടുവന്ന് വെച്ചിരുന്നതാണിത്. ലാസ്റ്റ് ചുറ്റിയത് ഞാൻ കൊണ്ടുവന്ന് വെക്കാൻ വന്നിരിക്കുകയാണ്. ലാസ്റ്റത്തെ ഞങ്ങളിങ്ങനെ ഇഡ്ഡലിയുടെ തട്ടില്ലേ, വേറെ ഒരു തട്ട് വയ്ക്കും, അതിലല്ല വെക്കാറ്. ഇങ്ങനെ ഒന്നിച്ച് വെച്ചിട്ടാണ് ഞങ്ങൾ ഉണ്ടാക്കാറ്. അപ്പോൾ ചോദിക്കും ഒട്ടിപ്പോവില്ലേന്ന്. ഇല്ല, അത് മാവ് കുഴയ്ക്കുമ്പോൾ മാവിൽ കുറച്ച് വെളിച്ചെണ്ണ ആക്കിയാൽ അധികം ഒട്ടൂല. രണ്ടുണ്ട്. അത് ഞാനും കണ്ണനും തല്ലി പിടിക്കാതിരിക്കാൻ രണ്ടെണ്ണം ഉണ്ടാക്കിയിരിക്കാനാണ്. ഞങ്ങളല്ലെങ്കിൽ തല്ലി പിടിക്കും. അങ്ങനെ നമ്മുടെ ഇടിയപ്പം ഒരു 10-20 മിനിറ്റ് കൊണ്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അത് പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോഴേക്കും ഞാനൊരു വാഴയിലൊക്കെ പോയി വെട്ടി സെറ്റാക്കി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. നിങ്ങളെ കാണിക്കാനാണ്, ഇല്ലെങ്കിൽ പാത്രത്തിലായിരിക്കും. അങ്ങനെ വാഴയിലയിലേക്ക് 3 ഇടിയപ്പം വെച്ചു. ചിക്കൻ കറി ഇന്ന് വെച്ചതല്ല കേട്ടോ ഗൈസ്. ഇന്നലത്തെ ചിക്കൻ കറി കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഗ്രേവിയാക്കി. പിന്നെ ചായ. ഇത്രയായ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കുശാൽ. എല്ലാവർക്കും ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണേ. എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു.